ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിയായി. അപ്പോൾ ഈ ഒരു ജേണിയിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇന്ന് നമ്മളൊരു മഞ്ചാടിയുടെ മാലയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മഞ്ചാടിക്കുരുവൊക്കെ പറക്കി വെച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടോ, പക്ഷേ അത് ചെയ്യാനായിട്ട് അതിന് ഹോൾ ഇടാനുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഹോൾ ഇടാനുള്ള ആ ഒരു സ്ക്രൂ അങ്ങനത്തെ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഹോൾ ഇടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളത് ആ മഞ്ചാടി നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ, തയ്യൽ മെഷീനിലേക്ക് വയ്ക്കുക. ഇതുപോലെ ഒരു പ്ലെയർ എടുക്കുക. ജസ്റ്റ് അത് പ്ലെയറിൽ ഹോൾഡ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മളപ്പോൾ മഞ്ചാടിയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് താഴേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സൂചി ബാക്കിലോട്ട് കറക്കുക, ഫ്രണ്ടിലേക്കല്ല ബാക്കിലോട്ട്. കാരണം ഫ്രണ്ടിലേക്ക് കറക്കി കഴിഞ്ഞാൽ അത് ഹോള് കിട്ടും, പക്ഷെ തെന്നി പോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ബാക്കിലേക്ക് ആക്കുമ്പോൾ അങ്ങനെ തെന്നി പോകുന്നില്ല. നമ്മളിത് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് പിടിക്കണം ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൂചി നമ്മുടെ മഞ്ചാടിയുടെ തൊട്ടടുത്ത് കൊണ്ടുവച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് എളുപ്പമായിട്ട് ഹോളിട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ ഇടയ്ക്ക് ഡാമേജ് ആവുന്നുണ്ട്, പക്ഷേ എങ്കിലും ഒട്ടുമിക്കതും നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലേക്ക് ആക്കിയപ്പോഴാണ് എനിക്ക് അധികവും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ചെയ്തപ്പോൾ അധികം പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വയ്ക്കുമ്പോൾ കറക്റ്റ് ശരിക്കും വയ്ക്കണം. കുറച്ചൊന്ന് ഒരു ബാക്കിലേക്ക് തള്ളി വെച്ചിട്ട് പിടിക്കുക. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ കിട്ടും. ചിലത് മാത്രമാണ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ പ്ലെയർ വെച്ചിട്ടൊന്ന് താത്തി പിടിക്കുക, പ്രസ് ചെയ്ത് പിടിക്കുക നന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ ബാക്കിലേക്ക് ആക്കി കൊടുത്താൽ നമുക്ക് മഞ്ചാടിക്ക് എളുപ്പമായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, പഴയ തയ്യൽ മെഷീനിൽ തന്നെ ചെയ്യാം കേട്ടോ. നമ്മുടെ പുതിയ മെഷീനിലൊന്നും ചെയ്യാൻ നിൽക്കരുത്. പഴയതിലാവുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിയ മെഷീൻ ഇരിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത് അമ്മയുടെ മെഷീനാണ്, അപ്പോൾ അതിലാണ് ചെയ്തെടുക്കുന്നത്. പഴയ മെഷീൻ്റെ ഇതിന് ഗ്യാപ്പ് കുറവായിരിക്കും, അതിൽ വെച്ചെടുക്കാനായിട്ടുള്ള ഗ്യാപ്പ് നമുക്ക് കുറവായിരിക്കും. പിന്നെ അതിൻ്റെ സൂചിയൊന്നും നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്ത് കളയാൻ നിൽക്കണ്ട. ഇതാവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, പഴയ മെഷീനൊന്നും കുഴപ്പമുണ്ടാവില്ല. സൂചിയൊന്നും പൊട്ടി പോകുന്നില്ല, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ കുറേ എടുത്തതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിത് വെച്ച് മാലയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം എന്താണെന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇത് വെച്ചിട്ട് മാല ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മൾ ഹോളിട്ടെടുത്ത മഞ്ചാടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓക്സിഡൈസ്ഡ് ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് കരിമണിയുടെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് വലിയ ഒരു സൈസും എടുത്തിട്ടുണ്ട്, നമ്മൾ നോർമൽ സൈസിലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗിയർ വയറും ഗിയർ ലോക്കും ആണ്. ഒരു ഇൻവിസിബിൾ ചെയിൻ പോലെയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ ബാക്കിലിടാനുള്ള കൊളുത്തും ചെയിനുമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് സൈഡ് റിങ് ഇട്ടാലും മതി, ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് സൈഡ് റിങ് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കൊളുത്തിനെ ഗിയർ ലോക്ക് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് നിർത്തണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം നിങ്ങൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് കൊളുത്തിട്ടാലും മതി. അതെങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ. എന്നിട്ട് നമ്മുടെ ആ ഒരു കമ്പിയുടെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഗിയർ ലോക്കിലൂടെ പുറത്തേക്ക് എടുക്കുക. അറ്റത്താണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ ഗിയർ ലോക്കിനെ കൊളുത്തിൻ്റെ അടുത്തേക്ക് നന്നായിട്ട് നീക്കി നിർത്തുക. ഗിയർ ലോക്ക് പ്രസ് ചെയ്തുകൊണ്ട് വലിക്കരുത്, കാരണം അതവിടെ ലോക്കായി പോകും. നന്നായിട്ട് അടുത്ത് കൊണ്ട് വെച്ചതിന് ശേഷം മാത്രം ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ വേണ്ടാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഗിയർ ലോക്ക് നമ്മൾ പ്രസ് ചെയ്ത് അവിടെ ലോക്കാവുമെന്ന്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ അത് പറഞ്ഞത്. ഇനി ബാലൻസ് ഉള്ള ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്, കാരണം തുമ്പിങ്ങനെ നിന്നാൽ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ കൊള്ളും. ഇനി നമുക്കിതിൽ ഇൻവിസിബിളായിട്ടാണ് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം നമ്മളൊരു ഇത് നോക്കുക, നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് നമുക്ക് ബീഡ്സ് കോർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുക. പിന്നെ സെൻറ്റർ നിങ്ങൾക്കൊന്ന് പോയിൻ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക സെൻറ്റർ. കാരണം അതിൻ്റെ നമ്മൾ മറുവശത്തെ അറ്റം നമുക്ക് കൊളുത്തിട്ട് കൊടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ സെൻറ്റർ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കറക്റ്റ് മനസ്സിലാവും. ഇനി ഈ സെൻറ്ററിൻ്റെ രണ്ട് സൈഡിലാണ് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. അതിന് എവിടെയാണോ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുക. ബാക്കിലോട്ട് അധികം നമുക്ക് ചെയിൻ്റെ ബാക്കിലോട്ട് ബീഡ്സ് വരണ്ട, കാരണം കഴുത്തിൻ്റെ ബാക്കിലേക്ക് പോകുന്ന പോർഷനിൽ നമുക്ക് ബീഡ്സ് വരണ്ട.
അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിനി ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം. ഫസ്റ്റിൽ ഞാനൊരു ബ്ലാക്ക് ബീഡ്, അതിൻ്റെ സെൻറ്ററിൽ മഞ്ചാടി, വീണ്ടും ഒരു ബ്ലാക്ക് ബീഡ്. ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ഒരു മാല ചെയ്യുന്നത്. ഫസ്റ്റ് മാല ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് എവിടെയൊക്കെയാണോ ബീഡ്സ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഇൻവിസിബിളാണ്, അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ കോർത്ത് കൊടുക്കില്ല. ഇനി നമുക്ക് ഗിയർ ലോക്ക് ചെയ്തിട്ട് അതിനവിടെ ലോക്ക് ഇട്ട് നിർത്താം. ഇതാണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 2 വട്ടമാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തൊന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് എത്ര ഗ്യാപ്പ് വേണമെന്ന് നോക്കിയിട്ടാണ് ഇനി അടുത്തത് ചെയ്യാനായിട്ട്. 2 എണ്ണം വരുന്നുണ്ട് ഒരു സൈഡിലേക്ക്. അപ്പോൾ അത് രണ്ടാമത്തെയും നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കോർത്ത ബീഡിൻ്റെ അവിടെ നിന്നുള്ള ഗ്യാപ്പ് നോക്കണം, സെൻറ്ററിൽ നിന്നുള്ള ഗ്യാപ്പ് നോക്കി ചെയ്യാം. അപ്പോൾ സെൻറ്ററിലെ പോർഷനിൽ നമ്മളൊരു ഈ ബാക്ക് ബീഡിൻ്റെ കുറച്ച് വലിയൊരു ബീഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻറ്ററല്ലേ, അപ്പോൾ അതൊന്ന് കുറച്ചൊരു ഭംഗി കിട്ടാൻ ലോക്കറ്റിന് പകരം ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തമ്മ കൊണ്ട് ചെയ്യരുത്, അതിൻ്റെ ഒരു ഇത്തിരി അങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുക. കാരണം ബീഡ്സ് കറക്റ്റ് ആ സെൻറ്ററിൽ വരണം, എങ്കിലാണ് അത് കറക്റ്റ് ഒരു സെൻറ്ററിലായിട്ട് വരുള്ളൂ, ഭംഗിയും കിട്ടുള്ളൂ. അപ്പോൾ അത് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ വലിയൊരു കരിമണി ബീഡും നമ്മുടെ മഞ്ചാടിയും അതിനുശേഷം ഒരു കരിമണി ബീഡും, പാറ്റേണൊക്കെ സെയിം തന്നെ, ബീഡ്സിൻ്റെ സൈസാണ് മാറ്റി കൊടുത്തത്. കണ്ടോ ഇതുപോലെ കണ്ടോ കറക്റ്റ് സെൻറ്ററിൽ നമ്മുടെ ബീഡ്സ് വന്നു. ഇനി നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ അങ്ങനെ വരുമ്പോഴാണ് സെയിം അതേ രീതിയിൽ പോയിട്ട് ചെയ്യുമ്പോൾ നമുക്കതിനൊരു ഭംഗി കിട്ടില്ല. ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് ചേഞ്ചാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. ചേഞ്ച് ആക്കുക എന്ന് പറഞ്ഞാൽ പാറ്റേണിലല്ല, നമ്മൾ ആ ബീഡ്സിൻ്റെ വലിപ്പത്തിൽ മാത്രമാണ് മാറ്റി കൊടുത്തത്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ ഇതുപോലെ കറക്റ്റ് ലെവൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, ബീഡ്സ് കോർത്ത് വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുക. കറക്റ്റ് ലെവൽ നോക്കണം, ഇല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല ചെയ്ത് വരുമ്പോൾ. ഇനി അതേപോലെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ മോണിയായി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾക്ക് മോണിയാവാൻ സാധിച്ചത്. അപ്പോൾ ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്ന പോലെ തന്നെ ഇനിയും വീഡിയോസ് കാണാം, സപ്പോർട്ട് ചെയ്ത് തരാം. ഇനി നമ്മൾ കൊളുത്ത് ലോക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. കൊളുത്തല്ല, സോറി, നമ്മുടെ കണ്ണികൾ ലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഗിയർ ലോക്ക് ഇടുക, കൊളുത്തിടുക. അതിന് ശേഷം കൊളുത്തിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഗിയർ ലോക്കിലൂടെ നമ്മുടെ ആ ഒരു തുമ്പ് ഭാഗം ഇതുപോലെ കോർത്തെടുക്കുക, ലോക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റിൽ ലോക്ക് ചെയ്ത പോലെ തന്നെ, കൊളുത്ത് ലോക്ക് ചെയ്ത പോലെ തന്നെ അതിൻ്റെ കണ്ണിയും ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു, പറയണതൊക്കെ തെറ്റിപ്പോവായിരുന്നു എന്ന്, എന്താണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആവാം. അപ്പോൾ നിങ്ങൾ തെറ്റ് പറയുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്ഷമിച്ച് തരാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. അവരുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. വീഡിയോസ് കണ്ടു തരാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഒരാളെ പറഞ്ഞ ഒരാൾക്ക് വിഷമാവില്ല. അപ്പോൾ അതുകൊണ്ട് പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ അതേ രണ്ടാമത്തെ മാല നമ്മൾ ചെയ്യാണ്. വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ മാലയുടെ വീഡിയോ വന്നു. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റിൽ ഫിഷ് ഹൂക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് പിന്നെ ഓക്സിഡൈസ്ഡ് ബീഡും മഞ്ചാടിയുടെ ബീഡുമാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സെൻറ്ററിൽ ഒരു മഞ്ചാടി ബീഡ് മാത്രം ഇട്ട് നോക്കി. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓക്സിഡൈസ്ഡ് ബീഡ് ഇട്ടിട്ട് സെൻറ്ററിൽ 2 മഞ്ചാടിയുടെ ബീഡ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, അപ്പോൾ അതിട്ടപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ 2 മഞ്ചാടി ബീഡ് ഇട്ടിട്ട് വീണ്ടും ഓക്സിഡൈസ്ഡ് ബീഡ് ഇട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു മാല ഇത്രയേ ഉള്ളൂ, ഒറ്റ സെൻറ്ററിൽ ആ ഒരു ബീഡ് വരുന്നത് മാത്രമായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 മാലയ്ക്കും ഇടാൻ പറ്റുന്ന ഒരു കമ്മലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലെന്ന് പറയണതൊക്കെ തെറ്റിപ്പോവായിരുന്നു, എന്താണെന്നറിയില്ല, സന്തോഷം കൊണ്ടായിരിക്കും അല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഷീഷൈനാണ്. ഷീഷൈൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരം സപ്പോർട്ടാണ് കേട്ടോ. കാരണം അത് ഞാനൊരു മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് യൂട്യൂബ് തുടങ്ങിയത്, ഒരുമിച്ചാണ് വീഡിയോസ് ഇടാറുള്ളതെന്നൊക്കെ. അപ്പോൾ ആളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഞാനിവിടെ എത്തൂല്ല. കാരണം ഞാൻ ഒരുപാട് തവണ നിർത്തുകയാണ്, അതുപോലെ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറയുന്ന ടൈമിലും എന്നെ ചീത്ത പറഞ്ഞായാലും വീഡിയോ ഇടിക്കും. മോണി ആവുന്ന ടൈമാണെന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞ വീഡിയോ ഇടിക്കും, ഡെയിലി വീഡിയോ ഇടിക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് അങ്ങനെയാണ്. നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ടാണ്. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തതാണ് അവർ.
അപ്പോൾ അതുപോലെ തന്നെ അവർ ഈ ഒരു നിമിഷം വരെ നമ്മുടെ കൂടെ നിന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ അതേ നമ്മുടെ കമ്മലിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഹെഡ് പിന്നിലേക്ക് നമ്മൾ കരിമണി മഞ്ചാടി ആ ഒരു രീതിയിൽ നമ്മൾ ഒന്നിടവിട്ട് അങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മോഡലിലൊക്കെ ഞാൻ ഒരുപാട് കമ്മലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്. പിന്നെ മോണിയായതിൻ്റെയൊക്കെ സന്തോഷത്തിലെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അത് വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇത് നല്ല 2 കമ്മലും 2 മാലയും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഐറ്റമായിട്ട് കാണാം.